ഇന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ 5ൻ്റെ വിന്നറായിട്ടുള്ള അഖിൽ മാരാറിൻ്റെയും ഭാര്യ ലക്ഷ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവരുടെ 9ാം വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ അഖിൽ മാരാറിൻ്റെ മാരേജിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. താലികെട്ടും അതുപോലെ തന്നെ ഫുഡ് കഴിക്കണതും പിന്നെ വീട്ടിൽ ചെന്നിട്ട് പാലും പഴമൊക്കെ പപ്പാതി വെച്ചിട്ടൊക്കെ അങ്ങനെ കുറച്ചധികം പരിപാടികളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള. അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെ വീഡിയോ കിട്ടുമെന്ന് ഒരുപാട് നോക്കി, പക്ഷേ വീഡിയോ കിട്ടിയില്ല. അതാണ് ഇത്രയും നേരമായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഫോട്ടോസാണ് കിട്ടിയത്. ഈ ഒരു ഫോട്ടോസ് വെച്ചാൽ ഇതിന് മുന്നും കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സേവ് ചെയ്തിട്ട കുറച്ച് ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു കല്യാണത്തിലേക്ക് എത്തിയത് എല്ലാം നിങ്ങൾ ബിഗ് ബോസിൽ വെച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഖിൽ മാരാറിൻ്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ നമ്മുടെ അഖിലിൻ്റെ ഭാര്യയുടെ അമ്മ ഒരു കേസിന് വേണ്ടി ആ ഒരു കേസ് വാദിക്കാനായിട്ട് 47ാം ആ ഒരു പ്രായത്തിൽ വക്കീലാവാൻ പഠിച്ച് വക്കീലായി തൻ്റെ കേസ് വാദിക്കാനായിട്ട് അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി ആ ഒരു സമയത്ത് പാർട്ടിയിലും ഒക്കെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന അഖിൽ മാരാറിൻ്റെ സഹായം തേടി അഖിൽ ഇടപെടാതെ അഖിൽ ഇടപെട്ട് പോലും ഇല്ല. എന്നിട്ട് ആ ഒരു കേസ് ഒത്തുതീർപ്പാവുകയും ഇവർക്ക് ആ ഒരു ന്യായം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയുടെ അമ്മ വിചാരിച്ചു അഖിലൊരു പുലി തന്നെയാണ്, ഞാൻ വക്കീൽ പരീക്ഷ പഠിച്ച് ഇറങ്ങിയിട്ട് പറ്റാത്ത കാര്യം ഇവൻ പെട്ടെന്ന് കാര്യം ശരിയാക്കി എടുത്തല്ലോ. അപ്പോൾ മോളെ കെട്ടിച്ചു കൊടുക്കാമെന്നുള്ള സെറ്റപ്പിൽ മോളങ്ങാട് കെട്ടിച്ചു കൊടുത്തു. അങ്ങനെയായിരുന്നു ഇവരുടെ കല്യാണം എന്ന് പറയുന്നത്. കുറേ പേര് ആദ്യമേയൊക്കെ പറഞ്ഞിരുന്നത് ഇവർ പ്രേമിച്ച് കെട്ടിയതാണെന്നാണ്. അല്ല, ഇങ്ങനെയായിരുന്നു ഒരു അപ്രതീക്ഷിതമായൊരു കല്യാണമായിരുന്നു അഖിലേട്ടൻ്റേത്. അങ്ങനെ നമുക്ക് ആ കാണുന്ന സമയത്ത് ആയിരിക്കും അസൂയ തോന്നുന്ന രീതിയിലൊരു ഫാമിലി, അത്രയും സ്നേഹവും അത്രയും ബോണ്ടുമുള്ള അമ്മയും അച്ഛനും അതോടൊപ്പം തന്നെ പ്രാർത്ഥന പ്രകൃതി എന്ന 2 പെൺമക്കളും ഉൾപ്പെട്ട 4 പേര് അംഗമുള്ളൊരു ഫാമിലിയാണ് അവരുടേത്. ആർക്ക് കണ്ടാലും നല്ലൊരു അസൂയ തോന്നുന്ന രീതിയിൽ, കോമഡി ആണെങ്കിൽ കോമഡി, അടിയെങ്കിൽ അടി, നല്ല രീതിയിലുള്ളൊരു ടോക്കിംഗ് സെൻസ് ഉള്ളവരാണ് ഇവരെല്ലാവരും. നമ്മൾ ബിഗ് ബോസ് സീസൺ 5ൻ്റെ ഫാമിലി ടാസ്കിൻ്റെ സമയത്ത് നമ്മളത് കണ്ടതാണ്, ഇവരുടെ ആ ഒരു കളിയും ചിരിയൊക്കെ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ 5ൽ ഏറ്റവും കൂടുതൽ TRP ഉയർന്ന ഒരു എപ്പിസോഡും കൂടിയായിരുന്നു നമ്മുടെ അഖിലിൻ്റെ ഫാമിലി വന്ന ആ ഒരു ഫാമിലി ടാസ്കിൻ്റെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ആ ഒരു എപ്പിസോഡിൽ തന്നെയാണ് ബിഗ് ബോസ് സീസൺ 5 നമുക്കറിയാം മറ്റുള്ള സീസണുകളെ ഉപേക്ഷിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള TRPയും കാര്യങ്ങളൊന്നും ഉയർത്താനായിട്ട് സീസൺ 5ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അഖിലിൻ്റെ ഫാമിലിയൊക്കെ വന്നപ്പോഴാണ് ആ ഒരു ഓളമൊക്കെ ഉണ്ടായത്. ബിഗ് ബോസിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ അന്ന് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവമായിരുന്നു. ആ ഒരു പാട്ട് കേൾക്കുമ്പോഴും അഖിൽ കുട്ടികളുടെ അടുത്തേക്ക് ഓടി വരുന്നതും ഭാര്യയെ എടുത്ത് പൊക്കുന്നതൊക്കെ. ബിഗ് ബോസിന് മുന്നേ ഇവർ നല്ല സ്നേഹത്തോടു കൂടി പക്ഷേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലി തന്നെയായിരുന്നു അഖിലിൻ്റേത്. അഖിൽ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള ഡ്രസ്സും സാധനങ്ങൾ വരെയും വാങ്ങിക്കൊടുത്തത് കൂട്ടുകാരാണെന്ന്. അതിനുശേഷം ബിഗ് ബോസിന് ശേഷം ഇവർ എൻറ്റയർലി മാറി ആ ഒരു സ്നേഹത്തോടൊപ്പം സാമ്പത്തികമായിട്ടും ഇവർ മുന്നോക്കം പോവുകയും ആ ബിഗ് ബോസിൻ്റെ പ്രൈസ് മണി ആയിട്ടുള്ള 50 ലക്ഷം രൂപയും പിന്നീട് ഒരുപാടധികം പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ അഖിൽ പോവുകയും അതിലൂടെയൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. അതിലുപരി ഇവർ ആഗ്രഹിച്ചിരുന്ന രീതിയിലൊരു ജീവിതത്തിലേക്കും ഫ്ലാറ്റ് വാങ്ങാൻ പറ്റി. കാറുകൾ, നല്ല പ്രീമിയം വണ്ടികൾ, വോൾവോ, മിനി കൂപ്പർ പോലുള്ള കാറുകൾ വാങ്ങാൻ പറ്റി. അതിലുപരി അഖിൽ മാരാറിന് അത്രയും വലിയൊരു ഫെയിമല്ലേ കിട്ടിയത് ബിഗ് ബോസിന് ശേഷം. അഖിലിനുൾപ്പെടെ അഖിലിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉൾപ്പെടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെയാണ് കിട്ടിയത്. അഖിലിന് ആദ്യം ലഭിക്കുകയും പിന്നീട് ഫാമിലി ടാസ്കിൽ ഭാര്യയും മക്കളും വന്ന സമയത്ത് അവരിലേക്കും ആ ഒരു ഫെയിം എത്തിച്ചേരുകയും ഇപ്പോൾ എവിടെ ചെന്നാലും ആരും അറിയുന്ന രീതിയിലൊരു ഫാമിലിയായിട്ട് അഖിലിൻ്റെ ഫാമിലി മാറിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കാരണം ബിഗ് ബോസ് സീസൺ 5 എന്ന ആ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു കല്യാണ ഫോട്ടോ കിട്ടിയ സമയത്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നുള്ളൂ, അത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. അപ്പോൾ എന്തായാലും അഖിലിനും ഭാര്യയ്ക്കും ഒന്നുകൂടി പറയുകയാണ്, ഒരു വീഡിയോ ഇട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി പറയുന്നു, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്ത് കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വരെയാണ്, നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ്. അപ്പോൾ കൂടെ കൂടാനുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ നീക്കിയിട്ട് കൂടെ പോകുന്നേക്കുക. ഓക്കെ, താങ്ക് യു.